ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ മിഡ് ടേം എക്സാംസ് ഒക്കെ വന്നിങ്ങനെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് നരേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പോസിബിൾ ആയിട്ടുള്ള നരേറ്റീവ് ക്വസ്റ്റ്യൻ എന്താണ്, എങ്ങനെ നമ്മളൊരു നരേറ്റീവ് ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നരേഷനിൽ യൂഷ്വലി നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട വളരെ ചുരുക്കം കാര്യംസേ ഉള്ളൂ. എന്തൊക്കെയാണ്? ഒന്ന്, നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കൊടുക്കാൻ പാടില്ല. ഒപ്പീനിയൻ നിങ്ങൾ തന്നെ വെക്കുക. കാരണം നമ്മൾ സ്റ്റോറി അതേപോലെ നരേറ്റ് ചെയ്യാണ് അല്ലേ. അപ്പോൾ ഒരു സ്റ്റോറി നരേറ്റ് ചെയ്യുമ്പോൾ യു ഡോണ്ട് ആഡ് യുവർ ഫീലിങ്സ് ടു ഇറ്റ്. അപ്പോൾ ഒപ്പീനിയൻ ആഡ് ചെയ്യാണ്ടിരിക്കുക. അടുത്തത്, ഫോളോ ദി ഓർഡർ ഓഫ് ദ സ്റ്റോറി. അപ്പോൾ ആ സ്റ്റോറിയുടെ ഓർഡർ തെറ്റിക്കാണ്ടിരിക്കുക. ഓക്കെ, ഏത് ഓർഡറിലാണോ സ്റ്റോറി പോകുന്നത് അതേ ഓർഡറിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ദെൻ എൻഷ്യൂർ ലോജിക്കൽ കണ്ടിന്യൂറ്റി. അതായത് ഇപ്പം നിങ്ങൾ ഒരു സ്റ്റോറി എഴുതുകയാണ്, അതിങ്ങനെ വേറെ വേറെ പീസസ് ആയിട്ട് കിടക്കാണ്ട് നിങ്ങൾ അതിനൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇതിലേക്ക് അതിങ്ങനെ ആഡ് ചെയ്ത് ഒരു ലോജിക്കൽ കണ്ടിന്യൂറ്റി അതിന് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, അത് മാത്രമല്ല ഇനിയിപ്പോൾ നറേഷൻ ക്വസ്റ്റ്യൻസിൽ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഇസ് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ്. ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് എന്ന് പറയുമ്പം നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുന്ന രീതിയിൽ ഒരു നരേഷൻ പ്രസൻറ്റ് ചെയ്യാം. അതേസമയം അടുത്ത ഓപ്ഷനാണ് തേർഡ് പേഴ്സൺ നരേറ്റീവ്. അതായത് നിങ്ങൾ റീഡറായി നിന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുള്ള ഒരു ക്യാരക്ടറായിട്ട് നിന്നിട്ട് ഈ ഒരു നരേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നരേഷൻ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ യൂഷ്വൽ കേസസിൽ നമുക്ക് ഫസ്റ്റ് പേഴ്സൺ നരേഷൻ ആണ് വരാറുള്ളത്. ബട്ട് ദർ ആർ സർട്ടൻ ചാൻസസ് ദാറ്റ് യു മൈറ്റ് get a question on third person narrative. അപ്പോൾ എങ്ങനെയാണ് ഒരു തേർഡ് പേഴ്സൺ നരേറ്റീവ് ക്വസ്റ്റ്യൻ എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയിൽ നമുക്ക് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം നരേഷന് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിനെ. ഫസ്റ്റ് ഇസ് നമ്മുടെ ആ ഒരു നരേറ്റർ ആൻഡ് സ്ക്വിറൽ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അല്ലേ, ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ നരേഷൻ നിങ്ങളോട് ചോദിക്കാം. അതേപോലെ നമ്മുടെ കോബ്ര ആൻഡ് മങ്കൂസ് തമ്മിലുള്ള ഫൈറ്റിൻ്റെ നരേഷൻ നിങ്ങളോട് ചോദിക്കാം. ആൻഡ് നമ്മുടെ ആ ഒരു വൈറ്റ് സ്ക്വിറൽസിൻ്റെ കേസ് ബേസ് ചെയ്തിട്ടുള്ള നരേഷനും നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ ഈ 3 നരേഷനും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ അല്ലെങ്കിൽ നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് 19-ാം തീയതി വൈകിട്ട് 7 മണിക്ക് നമ്മുടെ അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന ചാപ്റ്ററിൻ്റെ 1 ഷോട്ട് ലൈവ് ഉണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്, കറക്റ്റ് ടൈമിന് നമ്മുടെ ചാനലിൽ ഉണ്ടാവുക. ആൻഡ് നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫൈറ്റ് ബിറ്റ്വീൻ കോബ്ര ആൻഡ് മങ്കൂസിൻ്റെ നരേഷൻ എഴുതുക എന്ന്. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ നമുക്കറിയാം ദ ബോയ് വാസ് സിറ്റിംഗ് ഓൺ ദ ബനിയൻ ട്രീ. ഓക്കെ, അപ്പോൾ അത് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ദ ബോയ് വാസ് സിറ്റിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ബനിയൻ ട്രീ. ഇറ്റ് വാസ് എൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ ആൻഡ് എവ്രി വൺ വാസ് ഇൻസൈഡ്. പക്ഷെ എന്തായി? ദ ബോയ് വാസ് ഫീലിംഗ് ഡ്രൗസി ആൻഡ് കൺഫ്യൂസ്ഡ് ഓഫ് ഗോയിങ് ടു ദ പോണ്ട്. അപ്പോഴാണ് ദ ബോയ് കാണുന്നത് എന്ത്? ദർ ഇസ് എ ഹ്യൂജ് കോബ്ര ഹൂസ് ഗ്ലൈഡിങ് ഔട്ട് ഓഫ് ദ ക്ലം ഓഫ് കാക്ടസ് അല്ലേ. അപ്പോൾ ആ ഒരു കോബ്ര പുറത്ത് വരുന്നത് നമ്മുടെ ബോയ് കാണുന്നുണ്ട്. ആൻഡ് ഫ്രം ദി അതർ സൈഡ് കെയിം എ മങ്കൂസ്. നൗ ദ കോബ്ര വാസ് ഹ്യൂജ് ആൻഡ് ബ്ലാക്ക് ആൻഡ് 6 foot ലോങ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ ഇതിനെ പറ്റിയിട്ട് അറിയാവുന്നത് ആ ഡീറ്റെയിൽസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, കാരണം ഇത് ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നിങ്ങൾ ആ ചാപ്റ്റർ വായിച്ചു എന്നതിൻ്റെ തെളിവാണിത്. ഓക്കെ, ആൻഡ് ദ ഗ്രേ മങ്കൂസ് വിത്ത് ഇറ്റ്സ് thick hair and bushed tail was prepared for the fight. It was the battle of champions. Do you remember this line? ഇത് നമ്മൾ എവിടെ നിന്നെടുത്താണ്? നമ്മുടെ ചാപ്റ്ററിൽ നിന്നെടുത്താണല്ലേ. ഇറ്റ് വാസ് ദ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ് ആൻഡ് അപ്പാർട്ട് ഫ്രം ദ ബോയ് ദർ വർ 2 other spectators. അപ്പോൾ നമ്മൾ സ്പെക്ടേറ്റേഴ്സിൻ്റെ കാര്യം എഴുതി. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ പ്രിപ്പറേഷൻ ഫോർ ദ ഫൈറ്റ്. ഓക്കെ, എങ്ങനെയാണ് അവർ ആ ഫൈറ്റിന് പ്രിപ്പയർ ആവുന്നത്. ആഫ്റ്റർ ദാറ്റ് ഫസ്റ്റ് റൗണ്ടിൽ എന്ത് സംഭവിച്ചു ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. സെക്കൻഡ് റൗണ്ട് സിമിലർ ആണ് എന്ന് നിങ്ങൾ പറയാം. ഓക്കെ, ആൻഡ് തേർഡ് റൗണ്ടിൽ ഒരു ഡ്രമാറ്റിക് ചേഞ്ച് ഉണ്ട്. എഗെയിൻ ഈ ഡ്രമാറ്റിക് ചേഞ്ച് കോട്ട് ചെയ്യാം. ആ ഡ്രമാറ്റിക് ചേഞ്ച് എന്താണ്? നമ്മുടെ ക്രോ മരിച്ചു പോകുന്നതാണ് അല്ലേ. അപ്പോൾ ക്രോ എങ്ങനെ മരിച്ചു പോയി എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് the mongoose dragged it to the bushes and the myna, who apart from the boy was the only spectator left, gave a shrill cry of congratulations. And നമ്മുടെ മൈന കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നമ്മുടെ നരേറ്റീവ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ നരേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാൻഡ് ഫാദറിനോട് പോയിട്ട് അതേപോലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ വാട്ട് വാസ് ദ ഗ്രാൻഡ് ഫാദേഴ്സ് റിയാക്ഷൻ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് അത് മാത്രമല്ല നമ്മുടെ 19th 7 PM നമ്മുടെ ലൈവ് നിങ്ങൾ മിസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ. താങ്ക്സ് എ ലോട്ട് ആൻഡ് ബൈ.